ഹലോ ഗൈസ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞാൻ ഒരുപാട് ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളായിരുന്നു. എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ. ഇന്ന് നമ്മുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഉത്സവത്തിൻ്റേതായിട്ടുള്ള എല്ലാ തിരക്കുകളും ഉണ്ട്. സദ്യ ഒരുക്കണം, വിരുന്നുകാരൊക്കെ വരും. എന്നാലും ഞാൻ രാവിലെ എണീച്ചപ്പോഴേ ചെറിയ രീതിയിലൊരു വീഡിയോ ഒക്കെ പിടിച്ചു തുടങ്ങി. നോക്കട്ടെ, പറ്റുന്നത്ര എടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പപ്പയും അമ്മയും അൻസുമൊക്കെ ഉറങ്ങുന്നതേ ഉള്ളൂ, എണ്ണീറ്റിട്ടില്ല. ചേട്ടൻ ഇന്ന് രാവിലെ വരും. ഇന്നലെ രാത്രി തിരിച്ചിട്ടുണ്ട്. ചേട്ടൻ കോഴിക്കോട് മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടൂർ എത്താറാകുമ്പോഴത്തേക്ക് വിളിക്കും. അപ്പം അൻസു പോയി കൊണ്ടുവരും. എന്നാൽ അൻസു പോകുന്നതിന് മുമ്പേ ഒരു കട്ടൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവർ വരുമ്പോഴത്തേക്ക് കാപ്പിയൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ. അങ്ങനെ ഞാൻ കട്ടനിടാൻ പോവാണ്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന കണിക്കൊന്നയാണേ, നിറയെ പൂവുണ്ട്. ഞാൻ കട്ടനൊക്കെ ഇട്ടിട്ട് ചുമ്മാ മുറ്റത്തൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉത്സവമൊക്കെ കഴിഞ്ഞോ? നമ്മുടെ ഉത്സവം ഇവിടെ നെടുങ്കുന്ന് മലനട അമ്പലത്തിലെ ഉത്സവമാണ്. നമ്മുടെ വീടിൻ്റെ വളരെ അടുത്താണ്. വൈകിട്ട് ഒരുപാട് കെട്ടുകാഴ്ചയൊക്കെ ഉണ്ട്. രാത്രി ഗാനമേളയൊക്കെ ഉണ്ട്. അതിനൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അൻസു ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനെ വിളിക്കാൻ പോകാൻ റെഡി ആവുകയാണ്. ചേട്ടൻ വന്നു കേട്ടോ. എനിക്ക് ചേട്ടൻ വന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിക്കുകയാണ്. ഇതെൻ്റെ അപ്പച്ചിയും മാമനുമാണ്, എൻ്റെ പപ്പയുടെ പെങ്ങളാണ്. രണ്ടുപേർക്കും ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. തീരെ വയ്യാണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ വീട് വെച്ചതിന് ശേഷം, പുതിയ വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഉത്സവമാണ്. അതുകൊണ്ട് രണ്ടാളും വയ്യാഞ്ഞിട്ടും വന്നു. അവർ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനും അൻസും കൂടി ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ഉത്സവത്തിൻ്റെ അന്ന്, ആ ദിവസങ്ങൾ ഉത്സവത്തിൻ്റെ അന്ന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞി മക്കൾ കുഞ്ഞി കാളകളെയും കൊണ്ട് വരുമേ, അതൊരു രസമാണ്. അങ്ങനെ നമ്മൾ പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട് ബിന്ദുഷ, അവൾ വരാനുണ്ട്. അവൾ വൈകുന്നേരത്തേക്ക് വരും. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആദിക്കുട്ടനൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അൻസു പിന്നെ അധികം വീഡിയോസിലൊന്നും അങ്ങനെ വരാറില്ല. അൻസുവിന് അങ്ങനെ വലിയ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തില്ല. പിന്നെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി എപ്പോഴും നിൽക്കാറുമുണ്ട്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഉത്സവ കാഴ്ച കാണാൻ നിൽക്കുകയാണ്. ചിത്രയുണ്ട്. ഇതെൻ്റെ ചേച്ചിയാണ്. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഉത്സവ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വരുന്നതാണ് നമ്മുടെ സ്വന്തം ജ്യോതിസ്, നമ്മുടെ സ്വന്തം കാളയാണ്. എൻ്റെ ചേട്ടനൊക്കെ കാള എടുത്തു തുടങ്ങിയ സമയം തൊട്ട് ജ്യോതിസിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ വേറെ എത്ര കാളകളുണ്ടെങ്കിലും, എത്ര വലിയ കാളകളുണ്ടെങ്കിലും നമുക്കെപ്പോഴും എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് ജ്യോതിസിൻ്റെ കാളയോട്. അങ്ങനെ നമ്മളിതിൻ്റെ കൂടെ നടന്നു പോകും. അങ്ങോട്ട് അമ്പലത്തിലോട്ട് ഈ കെട്ടുകാഴ്ചയുടെയൊക്കെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അതൊരു പ്രത്യേക വൈബാണ്. DJയും എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. ചേട്ടനൊക്കെ എത്ര വലിയ തിരക്കായാലും ഉത്സവമാകുമ്പോൾ നാട്ടിലെത്തുന്നത് തന്നെ ഇതിനാണ്, കാളയെടുക്കാനാണ്. പിന്നെ ഇതാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ്, എൻ്റെ ബിന്ദുഷയുടെ മോന്, ചേട്ടൻ എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കാളയുടെയൊക്കെ കൂടെ കെട്ടുകാഴ്ചയുടെ കൂടെ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യക്കൂട്ടൻ ഉറങ്ങിപ്പോയി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉത്സവ കാഴ്ചകൾ കാണാം. ഇതെൻ്റെ ചിക്കൂട്ടനാണ്, ബിന്ദുഷയുടെ മോന്. ഇവന് കൊട്ടും മേളമൊക്കെ കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. അന്നേരം ഡാൻസ് കളിക്കാൻ തുടങ്ങും. കാളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ വീഡിയോ പിടിക്കുന്നത് കണ്ട് അന്നേരം അത് നിർത്തുമേ. ഇത് കൊട്ടാരം കതിരവൻ, നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്ത് തൊട്ടപ്പുറത്ത് പണിഞ്ഞ കാളയാണ്. വലിയൊരു കാളയായിരുന്നു.
കെട്ടുകാഴ്ചയൊക്കെ കണ്ടിട്ട് വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഗാനമേളയ്ക്ക് പോയത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എപ്പോഴോ രാത്രി പ്രോഗ്രാം കാണാൻ പോയ ഒരു ഓർമ്മയുണ്ട്. അല്ലാതെ ഞങ്ങൾ എല്ലാ തവണയും പോയി ഉത്സവം കണ്ട് കൊടിയിറങ്ങി കഴിയുമ്പോൾ നമ്മളിങ്ങ് പോരാറാണ് പതിവ്. ഇത്തവണ എല്ലാവരും ഉണ്ടായിരുന്നു, ചേച്ചിയും മക്കളും ചിത്രയും കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ഗാനമേളയൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തവണ മഴ പെയ്തില്ല. എത്ര വലിയ വേനൽക്കാലമായാലും നമ്മുടെ ഉത്സവത്തിന് ഒരു മഴ ഒന്ന് ചാറിയെങ്കിലും ചെയ്യും. അത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തവണ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉത്സവം ഭയങ്കര ഗംഭീരമായിരുന്നു. അങ്ങനെ നമ്മൾ ഗാനമേളയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക് യു ഗൈസ്.